നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. സ്പെഷ്യൽ കേക്ക് എന്ന് വെച്ചാൽ ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ഒരു കേക്കാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു പരീക്ഷണം പോലെ ഉണ്ടാക്കിയ ഒരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. നമ്മൾ മിക്സിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഓവനില്ലാതെ നമ്മുടെ ഓവൻ സെറ്റപ്പ് വെച്ച് ഗ്യാസ് അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂ ഇയർ ഒക്കെ സ്പെഷ്യൽ കേക്കുകളൊക്കെ ഉണ്ടാക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ചിക്കു വന്നിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന്, ഒരാഴ്ചത്തെ ലീവിന് വന്നിട്ടുണ്ട്. നാളെ 2 ദിവസത്തിനുള്ളിൽ പോകും. അപ്പോഴത്തേക്കും ഓരോരോ കേക്കുകൾ വേഗം ഞാൻ ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ അവളിവിടെ ഇല്ലാത്തപ്പോൾ ഒരുപാട് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം, അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളവിടെ ഇരുന്ന് പറയുകയും ചെയ്യും, അത് വേറെ കാര്യം. ഇട്ട് മോളെ എവിടെ പോയി? കുറേ ആയില്ലേ ചിക്കുനെ കണ്ടിട്ട്. ഒരു മാസത്തോളം എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു സ്പെഷ്യൽ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ കേക്കിൻ്റെ മോൾഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പം ഡോം ഷേപ്പിലുള്ള ഒരു കേക്കാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മോൾഡ് എടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ റൗണ്ടിലുള്ള പാൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുക്കുകയാണേ. സാധാരണ റൗണ്ട് മോൾഡ് ആയാലും ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഇതിലിപ്പോൾ ബട്ടർ പേപ്പർ വെക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് അരിപ്പയിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്. ഇനി നമ്മൾ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. അപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമൊക്കെ ആയിട്ടങ്ങ് ഇട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്ക്വയർ വെച്ചൊന്ന് ഇളക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു 5 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം. നമുക്കതെടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്കൊരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ വെള്ളം, ഒരു നുള്ള് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളച്ചിട്ടുണ്ട്. നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിരുന്നാൽ മതി. ഇത് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കൊക്കോ പൗഡറാണ് കേട്ടോ അവിടെ ബാക്കിൽ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കണ്ടത്. മോൾഡിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. മോൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ലെയർ എടുത്ത് ഒരു ചെറിയൊരു പാത്രം എടുത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വലിപ്പം വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരുപാട് വലിപ്പം വേണ്ട. സെൻറ്ററിൽ മാത്രം ഒരു കുഴിയുള്ള തരത്തിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ അടുത്ത ലെയറിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് അതേ അളവിൽ തന്നെ താഴത്തെ ലെയറും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഏറ്റവും അടിയിലത്തെ ലെയർ, നമ്മളിത് തിരിച്ചാണ് കേട്ടോ വെക്കുന്നത്. കേക്കിൻ്റെ ഏറ്റവും അടിയിലത്തെ ലെയറാണ് ഏറ്റവും ടോപ്പിൽ വെക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെറിയൊരു അടപ്പ്, ഞാനൊരു വാനില എസൻസിൻ്റെ അടപ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ തുള മാത്രം മതി. ഇനി നമ്മൾ എടുക്കുന്നത് ലിസോയുടെ ആൽമണ്ട് ചോക്ലേറ്റ് സ്പ്രെഡാണ്. ഇതിപ്പം സാധാരണ ചോക്ലേറ്റ് സ്പ്രെഡ് പോലെ അല്ല കേട്ടോ. ഇത് നല്ല ഒരു കുറച്ചും കൂടെ തിന്നാണ്. നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. നല്ലൊരു സിൽക്കി ടെക്സ്ചറാണ്. നമ്മളിതിനു മുമ്പും ഒരു കേക്ക് റെസിപ്പി ചെയ്തിട്ടുണ്ട് ലിസോ ചോക്ലേറ്റ് സ്പ്രെഡ് വെച്ചിട്ട്. അത് പക്ഷേ വാനില ഹേസൽനട്ടായിരുന്നു. അത് നല്ല ടേസ്റ്റിയാണ്. ഇത് നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇവിടെ ട്രിവാൻഡ്രത്ത് സ്റ്റെയിൻസിൽ അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈനായിട്ട് വാങ്ങാനാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ആൽമണ്ട് സ്പ്രെഡും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ലെയർ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. നമ്മളെടുത്തിരിക്കുന്ന സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്യണേ. എല്ലാം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ കട്ട് ചെയ്യാത്ത ലെയറിലെ അത് വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ചുകൂടെ സിറപ്പ് ആക്കുന്നുണ്ട്. നമുക്കതിൻ്റെ മുകളിൽ ക്രീം ആക്കി കൊടുക്കാം.
നമുക്ക് ചോക്കോ ചിപ്സ് എന്തെങ്കിലും ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, ലാവ കേക്കല്ലേ. അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്, കട്ട് ചെയ്തിട്ടുള്ള ലെയർ. അതിലേക്ക് കുറച്ച് സിറപ്പ് എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. നമുക്ക് ക്രീം അതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കാം. നമുക്ക് പാലറ്റ് നൈഫ് കൊണ്ടെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആ ഉള്ളിലേക്കും കൂടെ ആ ക്രീം അങ്ങ് ആക്കി കൊടുക്കാം കേട്ടോ. എല്ലായിടത്തും ആ കേക്ക് കാണാത്ത തരത്തിൽ എല്ലായിടത്തും അങ്ങ് ക്രീം ആക്കി കൊടുക്കുകയാണ്. നമ്മുടെ ലാവ ഒഴിക്കുന്ന സമയത്ത് കേക്ക് അബ്സോർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അത് നമുക്ക് കുറച്ച് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ക്രീം അങ്ങ് ആക്കി കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ ഉള്ളിൽ. അതാ കുറച്ചും കൂടെ എളുപ്പം തോന്നുന്നു. നമുക്ക് ഏറ്റവും ടോപ്പിലെ ലെയർ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് ക്രീം ആക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇനിയൊന്നുമില്ല, നമ്മൾ സാധാരണ കേക്ക് ക്രീം ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് ക്രീം ആക്കിയിട്ടുണ്ട്. നമുക്ക് പാലറ്റ് നൈഫിനെ കഴിഞ്ഞും എളുപ്പം ഇതുപോലത്തെ സാധാരണ ബിസിനസ് കാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള കാർഡുകളോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്താൽ മതി. അല്ലെങ്കിൽ OHP ഷീറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു കാർഡാണ് എടുക്കുന്നത്. അതാകുമ്പം ഇത് നമുക്കിങ്ങനെ ഷേപ്പ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. കുറച്ചൊന്ന് വളഞ്ഞും കിട്ടുമല്ലോ. അത് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്തങ്ങ് എടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു സ്ക്യൂർ വെച്ച് നടുഭാഗം ഒന്ന് നമ്മൾ ആ ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ടല്ലോ അതൊന്ന് ഹോൾ വലുതാക്കി കൊടുക്കാം. നമുക്കിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 2 മണിക്കൂറൊക്കെ ഒന്ന് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ലാവ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം അങ്ങ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം ആണെന്നുണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട, 1/4 കപ്പൊക്കെ മതിയാകും. ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ലിസോയുടെ ആൽമണ്ട് സ്പ്രെഡാണ്. അതൊരു 1/4 കപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചെറിയ തീയിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സായിട്ട് മെൽറ്റായിട്ട് വന്നോളൂ. അപ്പം തിളയ്ക്കുമ്പോഴത്തേക്കും തന്നെ അത് മിക്സായി നല്ല സ്മൂത്ത് ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ലിസോ പെബിൾസ് വെച്ചിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണിത്. നമുക്കൊന്ന് എടുക്കാം. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഉള്ളിലത്തെ ചോക്ലേറ്റ് ആണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റുള്ള ചോക്ലേറ്റ് ആണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കഴിക്കേണ്ടി വരും. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ആൽമണ്ടൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണത്. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നില്ല. നല്ലൊരു തണുപ്പുണ്ട് അതിൻ്റെ ഒരു കോട്ടിങ്ങിൽ. ഇതിൻ്റെ കളറൊന്നും ഇളകുന്നില്ല കേട്ടോ. കളർ നമ്മളിപ്പോൾ സാധാരണ ഇതുപോലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ കയ്യിൽ പിടിക്കുമ്പം കയ്യിലേക്ക് കളർ ഇളകി വരും. പക്ഷേ ഇതങ്ങനെയൊന്നും വരുന്നില്ല. ഇത് ഞാൻ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. 2ആയിട്ട് കട്ട് ചെയ്ത് കറക്റ്റ് കിട്ടില്ല. നല്ല പറ്റുന്ന പോലെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കാണ്. അവിടെ എവിടെയായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഇത് ശരിക്കും വെച്ച് കാണുന്ന സമയത്ത് ഇഗ്ലൂ പോലെയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഗ്യാപ്പിലായിട്ട് കുറച്ച് ഗോൾഡൻ ബോൾസും കൂടെ കൊടുക്കുന്നുണ്ട്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് മാത്രമായാലും രസമുണ്ട്, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ലാവ ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ഇത് നമ്മുടെ ലാവ നന്നായിട്ട് അത്യാവശ്യം തണുത്ത് കഴിയുമ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഒരുപാട് തിക്കായി പോരും. തിക്കായെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂട് പാലൊഴിച്ചൊന്ന് ലൂസാക്കി എടുത്താൽ മതി. കാരണം ഇത് ഒഴിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാവും. കാരണം തണുത്തിരിക്കുന്ന കേക്കല്ലേ, ആ ഒരു ഇത് മനസ്സിൽ വെക്കണം നമ്മളിതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കുന്ന സമയത്ത്. നമുക്ക് നമ്മുടെ ഇഗ്ലൂലേക്ക് ലാവ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഡയറക്റ്റ് ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനൊരു ഫണൽ വെച്ചിട്ടാട്ടോ ഒഴിക്കുന്നത്. ഇതിപ്പം മുഴുവനായിട്ടും ഇതിനകത്ത് കൊള്ളുമൊന്നുമില്ല. ബാക്കി നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. കേക്ക് കഴിക്കുന്ന സമയത്ത് ഇത് ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, കുറച്ച് പുറത്തോട്ടങ്ങ് ഒഴുകി പോകാതെ. ഞാൻ ഒഴിച്ച സമയത്ത് ഇച്ചിരി ഒന്ന് പുറത്തോട്ട് വന്നു പോയായിരുന്നു. കുഴപ്പമില്ല, നമുക്കത് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിറഞ്ഞതിന് ശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് തന്നെ അങ്ങ് അടച്ചു കളയാം. അപ്പോൾ ഇതാ നമ്മുടെ ലിസോ ലാവ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. ചിക്കു റെഡിയാണ്. കട്ട് ചെയ്യാം. അപ്പം വാ. അപ്പം കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരിക എന്നുള്ള കാര്യത്തിൽ. എന്തായാലും നമുക്ക് നോക്കാം. അതാ അടിപൊളി ലാവ ഒഴുകി വരുന്നുണ്ട്. ഇഗ്ലുവിൻ്റെ ഉള്ളിൽ നിന്ന് ലാവ ഒഴുകി വരുന്നു. ഇത് ഒരുപാട് ലൂസായി പോയാൽ ഈ ഒരു തരത്തിൽ വരില്ല കേട്ടോ, പെട്ടെന്ന് അങ്ങ് ഒഴുകി അങ്ങ് പോയി പോവും. പക്ഷേ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് പതുക്കെ ഒഴുകി വരുന്നുണ്ട്. ഇതിപ്പം സെയിൽ ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപടി തന്നെ സെയിൽ ചെയ്യാം. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് നല്ലത്. ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ലാവ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ, അത് നമ്മൾ ഒരു പ്രാവശ്യം കേക്ക് കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിലൊഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
കേക്ക് ആസ് സച്ച് നല്ല ജ്യൂസിയാണോ? അടിപൊളി കേട്ടോ, ശരിക്കും നല്ല രസമുണ്ട് അല്ലേ? അടിപൊളി. ഉച്ചഭക്ഷണം കഴിക്കട്ടെ. വേണ്ടല്ലോ. അച്ഛനും എടുത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചിക്കു ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോകും, നാളെ മറ്റന്നാൾ. അപ്പം ചിക്കു പോകുന്നതിന് മുമ്പേ എല്ലാ കേക്കുകളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇവിടെ വന്നിട്ട് പറയും, അയ്യോ എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല പറയാതെ. അപ്പൊ എന്തായാലും ഇപ്പൊ സമാധാനമായില്ലേ? അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. വേണ്ട കഴിച്ചോ. ക്യാമറ ഓണാണ്. ഡീസൻ്റായി. ഫുള്ള് കാലിയാക്കി കണ്ടാ. കേക്ക് കൊതിച്ച്